എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് പുപ്പോ സ്പ്രിങ്സ് ആണ്. ന്യൂസിലാൻഡിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ സ്പ്രിംഗ് ആണ് പുപ്പോ സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം നമ്മൾ തിരിച്ചിട്ടൊരു 10 മിനിറ്റ്സ് ആവുന്നു. ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ 12:08 PM ആണ്. നമ്മളിവിടെ എത്തുന്ന ടൈം ഇപ്പൊ കാണിച്ചിരിക്കുന്നത്, നമ്മൾ മാപ്പ് ഇട്ടപ്പോൾ അവര് പറയുന്നത് 1:35 ആണ്. സോ പോകുന്ന വഴിയൊക്കെ ഫുൾ പച്ചപ്പാണ്. ന്യൂസിലാൻഡിൽ എപ്പോഴും എവിടെ പോയാലും ഫുൾ ഗ്രീനറി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ റോഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ഹില്ലാണ്. നമ്മൾ ഏകദേശം ഒരു ടോപ്പിലെത്തി. ഇവിടെ ഇപ്പൊ നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുകയാണ്. കുറച്ചു നേരമായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അടുത്താണ്, ഇനി കുറച്ച് ടൈമും കൂടി ഉള്ളൂ. ഒരു മാക്സിമം 45 മിനിറ്റ്സും കൂടി ഉള്ളു. അതിനുള്ളിൽ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും. ഇപ്പം ഇവിടെ ക്ലൈമറ്റ് ഒക്കെ, നമ്മളിവിടെ എത്തിയതിന് ശേഷം വെതറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം ഇച്ചിരി തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വരുമ്പോൾ സണ്ണി ആയിരുന്നു, പക്ഷെ ഇപ്പം ഇച്ചിരി തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ ചക്കാക്ക എന്ന് പറഞ്ഞൊരു ടൗണിലോട്ട് എത്തി. ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ നമ്മുടെ ആ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ എന്തെങ്കിലും മെക്ഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുവാണ്. ഇതാണ് ചക്കാക്ക ടൗൺ. ഒരു കുഞ്ഞു ടൗൺ ആട്ടോ. നമ്മളപ്പോൾ ജസ്റ്റ് ഫുഡ് സ്റ്റോപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നെൽസണിലേക്കാളും ചെറിയൊരു സിറ്റിയാണ് ചക്കാക്ക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പുപ്പോ സ്പ്രിങ്സിൽ എത്തിയേക്കാണ്. ഇതാണ് എൻട്രൻസ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വരുന്ന വഴിയൊക്കെ സണ്ണിയായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. സോ ഇവിടെ അവർ കുറച്ച് ഇൻഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്പ്രിങ്സ് എന്താണെന്നും എല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയും നമുക്ക് കാണാൻ പറ്റും. വൈ ദ പുപ്പോ സ്പ്രിംഗ് ഇസ് സോ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് വായിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് അണ്ടർ വാട്ടറിൽ എങ്ങനെ ഇരിക്കും, നമുക്ക് ആക്ച്വലി ക്യാമറ കൊണ്ട് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് അടിയിൽ, വെള്ളത്തിൻ്റെ അടിയിൽ കാണാൻ പറ്റുന്നൊരു വ്യൂ ആണിത്. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഭയങ്കരമായിട്ടുള്ള മഴ ഇവിടെ ഇതുവരെ പെയ്തിട്ടില്ല. കുഞ്ഞു ചെറിയ പൊടിമഴയായിരിക്കും. അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ അത്യാവശ്യം നല്ല രസമാണ് മഴയത്തൂടെ. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുറച്ചധികം നടക്കാനുണ്ട്. ഒരു എത്ര മിനിറ്റ്സ് വാക്കുണ്ട്? 11 to 15 മിനിറ്റ്സിൻ്റെ വാക്കുണ്ട്. ചെറിയ വെയിലും അതനുസരിച്ച് ചെറിയൊരു പൊടിമഴയുണ്ട്. ആ ഭാഗത്തോട്ട് അങ്ങോട്ട് ക്യാമറ കാണിക്കോ. അങ്ങോട്ട് ചെറിയ വെള്ളത്തിൻ്റെ ഒരു ഒച്ചയൊക്കെ കേൾക്കാം. ചെറിയൊരു അരുവി ഉണ്ട് അങ്ങോട്ട്. അത് ഫ്രഷ് വാട്ടർ ഒന്നും അല്ലേ? കൊടുങ്കാടാണ്, അതിൻ്റെ നടുക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് മഴ ഉണ്ടെങ്കിലും നമുക്കധികം കൊള്ളുന്നില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, കാരണം വെള്ളത്തിൻ്റെ ഒച്ച കാരണം സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കുറച്ചധികം നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. നമ്മളൊരു ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ, നല്ല തണുപ്പുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ജാക്കറ്റൊക്കെ ഇട്ടത്. നമ്മൾ കുറച്ചധികം കൂടെ നടക്കാനുണ്ടല്ലേ? കുറച്ചധികം കൂടെ നടക്കാനുണ്ട്. എത്ര ടൈം കൂടി ഉണ്ടാവും? ഇനി ഒരു 10 മിനിറ്റ്സും കൂടെ നമുക്ക് നടക്കാനുണ്ട്.
നമ്മളപ്പോൾ അങ്ങനെ പുപ്പു സ്പ്രിങ്സിലെത്തി. നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് അവിടുത്തെ ആ വ്യൂ ഒന്ന് കാണാം. ന്യൂസിലൻഡിൽ തന്നെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു വെള്ളം കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ നിന്നാണ് കുറേ ബോട്ടേഴ്സൊക്കെ നമ്മൾ ബോട്ടിൽ ചെയ്യുന്നത് അല്ലേ? അതെ. നിങ്ങളിപ്പം അവിടെ അതൊന്ന് സൂം ചെയ്യാമോ? അവിടെ കാണുന്നത് വെച്ചാൽ ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം വരുന്നതാണ് അവിടെ കാണുന്നത്. ലൈക്ക് വന്നുകൊണ്ടിരിക്കും. അധികം ആഴമില്ലെന്ന് തോന്നുന്നു ഈ വെള്ളത്തിന്. പക്ഷെ എന്നാൽ നമുക്ക് ഫുൾ അടിഭാഗത്ത് മൊത്തം കാണാം. നമുക്ക് ആ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ അടിയിലുള്ളൊരു ബ്ലൂ കളർ, അത്രയും ഫ്രഷാന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു ബ്ലൂ കളർ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ജസ്റ്റ് സൂം ചെയ്യുമോ? കുഞ്ഞു ഡക്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒച്ചയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇതൊരു കുട്ടി മിനി വ്ളോഗായിരുന്നു. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കുക. ടിൽ ദെൻ ബൈ.